നെന്മാറ പഞ്ചായത്ത് ബി.ജെ.പി. 4-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 4-ാം വാർഡിലെ വയോധികരായ അച്ഛനമ്മമാർക്ക് ഓണക്കോടി വിതരണം ചെയ്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി സമൂഹത്തിലെ മുതിർന്നവരോടുള്ള ആദരവും സ്നേഹവും പങ്കുവയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 4-ാം വാർഡ് മെമ്പർ സുകന്യയുടെ നേതൃത്വത്തിലായിരുന്നു ഓണക്കോടി വിതരണം. നെന്മാറപ്പാടത്ത് നടന്ന ചടങ്ങ് ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് എൽ നിർമ്മൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആ ഒരു പഴയ കാലഘട്ടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നും എന്റെ സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ന്യൂജൻ ഓണമായിട്ടുണ്ടാവും. ഇപ്പൊ പഴയ ആ കോലറമ്പ് കളി അങ്ങനെയുള്ള സംവിധാനമൊക്കെ പോയി ഇന്ന് ഫുള്ള് ഫോണിലായിരിക്കും. എല്ലാവരും നോക്കി യുവാക്കൾ മുഴുവൻ ഫോണിലായിരിക്കും ഓണം കഴിയുക. റീൽസ് കണ്ടിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെ പോസ്റ്റ് എടുത്തും അങ്ങനെ നിരവധി വിവാദമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അന്ന് ആ ഒരു സായം സന്ധ്യയില് ഈ വാർഡ് കമ്മിറ്റിയും വാർഡ് മെമ്പറും എന്റെ സഹപ്രവർത്തകൻ കൂടിയ സുശീലിനും മുൻകൈ എടുത്തുകൊണ്ട്, കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ വാർഡില് ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ചിരുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 8 മാസം കൊണ്ട് എന്ത് മാറ്റം ഉണ്ടായെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം നമ്മൾ ഈ നെന്മാറ പഞ്ചായത്തില് 3 വാർഡും കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും മണ്ഡലം കമ്മിറ്റി നിരീക്ഷിക്കുന്നതാണ്. കൃത്യമായിട്ട് മെമ്പർമാരെ വിളിച്ച് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ ബന്ധപ്പെട്ട ഇവിടുത്തെ ആരാണോ അധികാരി, ഇവൻ സുശീലനാണെങ്കിൽ സുശീലൻ, നമ്മൾ ചോദിക്കാറുണ്ട് വാർഡിലെ കാര്യങ്ങൾ എന്തൊക്കെ നടക്കുന്നുണ്ട്, ആളുകളുടെ പ്രശ്നങ്ങളിൽ നമ്മൾ നിരന്തരം ഇടപെടണം. കാരണം കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായ ദുരനുഭവത്തിനെ മാറ്റിമറിക്കാനാണ് ഈ കൂടിയ മുഴുവൻ ആളുകളും ഇവിടുത്തെ ദേശസ്നേഹികളും മുഴുവൻ താമരക്കോട്ട് ചെയ്ത് ബി.ജെ.പിയുടെ മെമ്പറിനെ വിജയിപ്പിച്ചു. ഓണം പോലുള്ള ആഘോഷവേളകളിൽ സമൂഹത്തിലെ വയോധികരെ ചേർത്ത് നിർത്തുകയും അവരുടെ സന്തോഷത്തിൽ പങ്കാളികളാവുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ 4-ാം വാർഡ് കമ്മിറ്റി അംഗങ്ങളും പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. ബി. സുശീലൻ സ്വാഗതം പറഞ്ഞു. ബി.ജെ.പി. നെന്മാറ ഏരിയ പ്രസിഡന്റ് രാജേഷ്, മണ്ഡലം വൈസ് പ്രസിഡന്റും 6-ാം വാർഡ് മെമ്പറുമായ സുഭജ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. യുവമോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് മനു നന്ദി പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.